ഹലോ, ഞാൻ ഇന്നൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണേ. ഉള്ളിച്ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉള്ളിച്ചമ്മന്തി മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് പുളിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഉള്ളിച്ചമ്മന്തി. ഈ ഉള്ളിച്ചമ്മന്തി ആണെങ്കിലേ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഇഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്ന ചമ്മന്തി തന്നെയാണ്. അപ്പം ഈ പനിയൊക്കെ കഴിഞ്ഞ പിന്നെ ഓരോരോ ആഗ്രഹങ്ങൾ, അത് തിന്നണം ഇത് തിന്നണം, ഏതൊക്കെ നമുക്ക് ഈ വായിൽ കയ്പൊക്കെ ആയിട്ടേ പിന്നെ എന്തൊക്കെ തിന്നെന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. അപ്പം നമുക്ക് മനസ്സിൽ ഇങ്ങനെ ഓരോരോരോ ആഗ്രഹങ്ങൾ വരും, അത് തിന്നാൽ കൊള്ളായിരിക്കും, അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ എനിക്ക് പനിയായിരുന്നപ്പോൾ തോന്നിയതായിരുന്നു ഈ ഉള്ളി ചമ്മന്തി കൂട്ടി ഒന്ന് തിന്നണമെന്നുള്ളത്. പിന്നെ ആ സമയത്ത് പിന്നെ വേറെ വേറെ ആഗ്രഹങ്ങളിലേക്ക് പോയോണ്ട് പിന്നെ അത് ഉണ്ടാക്കിയൊന്നുമില്ല, ഞാൻ കഴിച്ചതുമില്ല. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കി തിന്നുന്നതാണ്. ചോറിൻ്റെ കൂടെ എന്തൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും ഈ ചമ്മന്തി ഉണ്ടാക്കിയൊക്കെ തിന്നുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ രാത്രിയിൽ ചോറ് കഴിക്കുമ്പോഴേ ഞാനും അമ്മയും കൂടെ ഒക്കെ മാത്രമുള്ളപ്പോൾ ചോറ് കഴിക്കാൻ സമയത്ത് ഞാൻ ഈ ചമ്മന്തിയും മുട്ടയൊക്കെ പൊരിച്ച് തൈരൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ചമ്മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ. അപ്പോൾ അതിന് ഞാനാണെങ്കിൽ ഒരു സവാള എടുത്തിട്ട് ചോപ്പറിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയുണ്ട്. നല്ല കുനുകുനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചോപ്പറായിട്ട് നല്ല കുനുകുനായിട്ട് കിട്ടുമല്ലോ, അല്ലെങ്കിൽ കൈ കൊണ്ടായാലും നല്ല കൊത്തി കൊത്തി കുനുകുനായിട്ട് അരിയും. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി എന്തൊക്കെ ചേർക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് സാധനമൊന്നും വേണ്ട. മുളക് പൊടി, കുറച്ച് പുളി, വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും മതി. ഇത് വെച്ച് നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ ഞെരടിയെടുക്കണം. നല്ലപോലെ ഞെരടിയെടുത്താലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒന്നെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം, ഇല്ലെങ്കിൽ ദോശയുടെ കൂടെ കഴിക്കാം. ഇനി ബാക്കിലോട്ട് 2 സ്പൂണ് മുളക് പൊടി ഇടുവാണേ. മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുവാണേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുളി. ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. അതായത് ഇത്രയും പുളി. ആ പുളി ഇട്ട് ഇതിൽ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാമേ. കറണ്ട് പോയി കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ചമ്മന്തി ഉണ്ടാക്കാം. ഇനി നമുക്കിതിനെ കൈ വെച്ചിട്ട് നല്ലപോലെ ഞെരടിയെടുക്കാം. പിന്നെ അത് ദോശ ഉണ്ടാക്കി നമുക്ക് ദോശയും ചമ്മന്തിയും കൂടി കഴിക്കാം. കേശപ്പനും കൊടുക്കാമേ. ഞാൻ ഉണ്ടാക്കി ഞാൻ തരാം. കേശപ്പന് കൊടുക്കാം. കേശപ്പൻ ഈ മുളകൊക്കെ തിന്നാൻ ഭയങ്കര എന്തോ അലർജിയാണ്. പക്ഷെ അവന് തന്നെ ആദ്യം കൊടുക്കാം. ഒരു ചെറിയൊരു കേശു ഇല്ല, നീ ഉപ്പ് നോക്കിയാൽ അത്രയും പോലും ഇല്ല. സൂപ്പർ. ഈ ദോശക്ക് ഈ ചമ്മന്തി മാത്രം മതി. എത്ര ദോശ ഉണ്ടെന്ന് തിന്നോളും. ഇപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാനെ കൊണ്ട് ഈ ചമ്മന്തിയൊക്കെ മാത്രം. ഈ ചമ്മന്തിയൊക്കെ ദോശയുടെ കൂടെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യുന്നവരുണ്ടായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ ചെയ്യാം. നമ്മൾ പെട്ടെന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരു കറി സാമ്പാർ വെക്കാനോ ചമ്മന്തി ഉണ്ടാക്കാനും മുട്ടക്കറിയൊക്കെ വെക്കാനോ സമയം എടുക്കും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ മതി ഈ ചമ്മന്തി. എത്ര ദോശ വേണമെങ്കിലും നമ്മൾ കഴിച്ചോളൂ ഇരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ